التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അൽ ഹുറൂഫുൽ ഹിജായിയ്യ, അറബി അക്ഷരമാലയിലെ ഷീൻ എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഷീനിൻ്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം, അത് നമ്മൾ ജീമിൻ്റെ മഖ്റജ് പഠിച്ചിട്ടില്ലായിരുന്നോ? അത് തന്നെയാണ്. പക്ഷെങ്കിൽ സിഫാത്തുകളിൽ ഇവകൾ വ്യത്യാസമുണ്ട്. ഫോട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജീമിൻ്റെത് ചേർന്നുകൊണ്ടാണ് ഷീനിൽ വിടവ് കാണാം. അപ്പം നാവിൻ്റെ മധ്യവും അതിനോട് നേരിടുന്ന അണ്ണാക്കിൻ്റെ മധ്യവും അഥവാ വിടവുണ്ടാകും. കാരണം അതിന് ഷീനിൽ ശബ്ദസഞ്ചാരവും ശ്വാസസഞ്ചാരവും ഇൻഹിബാസ് തടസ്സമില്ല. ജീമിൽ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഷ, ഷി, ഷു, നാവിൻ്റെ മധ്യവും അണ്ണാക്കിൻ്റെ മധ്യവും. ഷ, ഷി, ഷു എന്ന നിലക്ക് പറയാം. ചില കലിമത്തുകൾ നോക്കാം. വമിൻ ശർരി, ഷ. അതേപോലെ തന്നെ കസ്റോടുകൂടി ഷിദാദ, ഷിദാദ. അതേപോലെ തന്നെ ദമ്മോടുകൂടി സൂറത്തുൽ അൻആമിലെ 146-ാമത്തെ ആയത്തിലുള്ള ഒരു കലിമത്താണ് ശുഹൂമഹുമ. അവിടെ ഷു ദമ്മോടുകൂടി വന്നു. അതേപോലെ സുക്കൂനോടുകൂടി സൂറത്തുൽ ഖാരിഅയിൽ മൗഫൂസ്, വഖഫാകുമ്പോൾ മൗഫൂസ്. ശ്രദ്ധിക്കണം, അത് റഹാവയാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ ദൈർഘ്യം അവിടെ ഉണ്ടാവും. കൽക്കല പോലെ ഷിദ്ദത്തിൻ്റെ ഹർഫിനെ പോലെ ഒന്നുമല്ല. അജ്, അബ എന്ന് പറയുന്നതിനേക്കാളും കുറച്ച് സമയമെടുക്കും. മൗഫൂസ്. അപ്പോൾ ആ നിലക്ക് ഉച്ചരിക്കുക, ശ്രദ്ധിക്കുക. ഷീനിന് മാത്രമുള്ളൊരു സിഫത്താണ് തഫഷി എന്നുള്ളത്. അവിടെ ആ കാറ്റിൻ്റെ, വായുള്ള കാറ്റിൻ്റെയും അതേപോലെ ശബ്ദത്തിൻ്റെയും ഒക്കെ ഒരു വ്യാപനം. ഷ, ഷി, അഷ്. അപ്പൊ ശ്രദ്ധിക്കുക, ആ നിലക്ക് ഉച്ചരിക്കുക. ഷ, ഷർറൻ, ലഷഹീദ്, ലഷഹീദ്. ഷ, ഷി, ഷു, അഷ്. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.